പിന്നെ ഇതാണ് ഞങ്ങൾ വാർഡ്രോബ് ഗൈസ്. ഇയാളെ മാത്രം തോന്നാ മതി. എലി തുടങ്ങിയ സാധനങ്ങൾ കൊണ്ട് കയറണമെങ്കിൽ ഇതിലൂടെ ഇയാള് മാത്രം തുറക്കരുതെന്നാണ്. ഇത് ജനേച്ചിന്റെ വിഭാഗമാണ്. അപ്പൊ ഇത് തുറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതാണ്, ഇത് ഞാൻ നിങ്ങൾ വീഡിയോക്ക് വേണ്ടി ഒരുക്കി വെച്ചതല്ല, ഞാൻ ഓൾറെഡി ഇങ്ങനെയാണ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. ഇതൊക്കെയാണ് ഇത് പറയുന്നത്. ഇതിന്റെ എന്താ പറയുക, ഞാൻ ഓരോ സെക്ഷൻ ആയിട്ടാണ് ഡ്രസ്സുകളൊക്കെ അടുക്കി പെറുക്കി വെക്കുക. ഇത് സാരി ഐറ്റംസ് ആണ്. പിന്നെ അതിലേക്ക് അത് ബ്ലൗസും പിന്നെ നല്ല ചുരിദാർ ഷോൾ വിത്ത് ഷോളുള്ള ചുരിദാറുകൾ ഞാൻ ഇവിടേക്ക് വെക്കുക. പിന്നെന്താ, ഇത് ഡെയിലി യൂസിനൊക്കെ ഇടുന്ന നമ്മുടെ മീഷോ ക്രോപ്പ് ടോപ്പുകളും ഗൗണുകളൊക്കെയാണ്. ഇത് കറുപ്പ് അതായത് ബ്ലാക്ക് പാന്റുകൾ മൊത്തം ഇതിലാണ് വരിക. കാരണം എനിക്ക് ഒരുപാട് ബ്ലാക്കിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ തിരയാൻ വയ്യ, അതുകൊണ്ടാണ്. പിന്നെ ജീൻസ് ഐറ്റംസ് ഇവിടെ, അതായത് പാന്റ് ഐറ്റംസ് ഒക്കെ ഇവിടെ. ഇത് ടോപ്പുകളാണ്, കുറച്ച് ടോപ്പുകൾ അലക്കിയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ കാലിയായിരിക്കുന്നത്. എനിക്ക് ഇഷ്ടം പോലെ ടോപ്പുകളുണ്ട്. പിന്നെ ഇതെന്താ, ഇത് നമ്മൾ ഡെയിലി യൂസിന് വീട്ടിലൊക്കെ ഇടുന്ന ഐറ്റംസ് ആണ്. പിന്നെ അപ്പം അത്രയൊക്കെ ഉള്ളൂ. എന്റെ വാർഡ്രോബിൽ ഇത്രയേ ഉള്ളൂ. വേറെ വെട്ടി ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി വിറ്റു. വേറെ വഴി ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ജ്വല്ലറി ബോക്സിൽ ഉള്ളതാണ് കേട്ടോ. ഇതൊക്കെ കുപ്പികളെ ശേഖരമാണ്. ഇതൊക്കെ കാണിക്കാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഇത് ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. ഒരു വലിയ ബോക്സിലാക്കി എന്തൊക്കെ സാധനം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അലമാരയുടെ മുകളിൽ എന്ന് പറയുന്നത് ഇതിന്റെ മകന്റെ വയലിനാണ്. ആളിപ്പോൾ വയലിൻ പഠനം നിർത്തിയത് കൊണ്ട് ഞങ്ങൾ ഇതിന് ഷോക്കി വെച്ചതാണ്. പക്ഷെ അത് പുറത്ത് വെക്കാൻ ഞാൻ പൊടിയുള്ളതുകൊണ്ട് ഇനി ഞാൻ വയലിൻ പഠിക്കാൻ പോകുമ്പോൾ അതെടുത്ത് പുറത്ത് വെക്കും. അപ്പോൾ അതിന് കാണിച്ചു. പിന്നെ ഇതാണ് ഞങ്ങളുടെ അടുത്ത സ്പേസ് എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ വാഷ് സ്പേസ്. പല്ല് തേക്കുന്നത് രജനേച്ചി ഇവിടെ നിന്നിട്ടാണ് പല്ല് തേക്കുന്നത്. ഞാൻ മണിക്കൂറാണ് ഗൈസ് പല്ല് തേക്കാൻ വേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ പല്ല് തേക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ ഡ്രസ്സൊക്കെ ഇടാം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഭയങ്കര വൃത്തിയിൽ കൊണ്ടുവരുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇവിടെ വാരി പരത്തിയിടുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ഊരിനെ കുറിച്ച് അഭിപ്രായം പറയണം. എത്ര ആൾക്കാർ ഹോസ്റ്റലിൽ ഉണ്ട്, അവരൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. ഇനിയാണ് ഞങ്ങളുടെ ബാത്റൂം കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ബാത്റൂം. വളരെ വൃത്തിയുള്ള ബാത്റൂമാണ് ഗൈസ്. വെള്ളം വൈദ്യുതി പാഴാക്കരുത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ, വെള്ളം വൈദ്യുതി പാഴാക്കരുത്. നോട്ട് വേസ്റ്റ് വാട്ടർ ആൻഡ് കറണ്ട്. കറണ്ടിന്റെ സ്പെല്ലിംഗ് തെറ്റായിരുന്നു ഗൈസ്, ഞങ്ങൾ തിരുത്തിയതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഇവിടെ നമുക്ക് ഡ്രസ്സ് വെക്കാം ഗൈസ്. ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ഞങ്ങളുടെ ഷവർ അല്ലേ. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ തുറന്ന വെള്ളം വരുന്നില്ല ഗൈസ്. അങ്ങനെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം പ്രവർത്തിപ്പിക്കാറില്ല. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത് എന്റെ സോപ്പ് പെട്ടിയാണ് ഗൈസ്. ഇതിന്റെ സന്തൂർ സോപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതാണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം. എന്നെ സന്തൂർ മമ്മി എന്നാണ് കുട്ടികളൊക്കെ വിളിക്കുന്നത്. അപ്പോ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഐറ്റംസ്. പിന്നെ ഇതിന് ഞങ്ങൾ എന്താ ചെയ്യാൻ, ഇതിലാണ് ഞങ്ങളുടെ എന്താ പറയാ സോപ്പ് പൊടി, സോപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ഇതിലാണ് വെക്കാറുള്ളത്. അങ്ങനെയൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, ഇതൊന്നും സ്റ്റോർ ചെയ്യാനുള്ള ബോക്സ് ഇല്ലാത്തത് കൊണ്ടും ഒരു ഷോക്കേസ് ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗൈസ്. പിന്നെ ഞാൻ പഠിക്കുന്ന കുട്ടിയാണ് ഗൈസ്. എന്നെ കണ്ടാൽ പറയില്ലെങ്കിലും ഞാൻ നല്ലോണം പഠിക്കും. ഇപ്പൊ ഞാൻ PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു റൂമിന്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ വേണ്ടത്?